ഷിഗല്ല ബാധയുടെ പശ്ചാത്തലത്തിൽ വൃത്തിയില്ലാത്ത തട്ടുകടകൾ പൂട്ടിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി. തദ്ദേശ ഭരണകൂടങ്ങൾ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി. വയറിളക്കവും പനിയും ഒക്കെ ഛർദിയുണ്ടായി. ഇതിന്റെ രോഗലക്ഷണമാണ്. പല കുട്ടികളെ അഡ്മിറ്റ് ചെയ്തെങ്കിലും അവസാനം കഴിഞ്ഞ ദിവസം വന്ന 25ഓളം കുട്ടികൾ, അതിൽ 4 കുട്ടികൾക്ക് കുഴപ്പമില്ല. 21 കുട്ടികളുടെ പരിശോധനാ ഫലത്തിൽ 2 എണ്ണം ഇന്നലെ പോസിറ്റീവ് ആയിട്ടുണ്ട്. 19 കുട്ടികളുടെ ഇന്ന് വൈകുന്നേരത്തോടെ റിസൾട്ട് കിട്ടും. പക്ഷേ ഭാഗ്യവശാൽ ഒന്നും മാരകമായിട്ടുള്ളതല്ല. ഈ രോഗം ഉണ്ടാക്കുന്നത് വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷങ്ങളാണ്. ഞാനൊരു കാര്യം ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട്. വൃത്തിയില്ലാത്ത സ്ഥലത്ത് പ്രവർത്തിക്കുന്ന തട്ടുകട പൂട്ടിച്ചാൽ മതി. ഇവിടെ തട്ടുകടയുള്ളവരുണ്ടെങ്കിൽ പേടിക്കേണ്ട, നല്ല രീതിയിൽ നടത്തിയ കുഴപ്പമൊന്നുമില്ല. പല VIP-കളും തട്ടുകടയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ തീരെ വൃത്തികെട്ട സ്ഥലത്ത് തട്ടുകട നടത്തിയാൽ കുടിക്കുന്ന വെള്ളം, ആ വെള്ളം അശുദ്ധമാണെങ്കിൽ അതിനാണ് ക്ലോറിൻ വെച്ച് ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നുണ്ട് ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ്. പക്ഷേ പലരുടെയും പരാതി എന്താ അറിയോ? ക്ലോറിന്റെ മണം പിടിക്കുന്നില്ല. വായിടുമ്പോ കുടിക്കുമ്പോ ഒരു ജാതി ചോയുണ്ട്. എന്നാൽ വെറും വെള്ളം കുടിച്ചിട്ടേ ഷിഗല്ല വന്നാലത്തെ അവസ്ഥ എന്താ? ഛർദിയും വയറിളക്കും ഇതെല്ലാം കൂടെ ഒരുമിച്ച് മരണവും സംഭവിക്കും. അതുകൊണ്ട് പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ ക്ലീനിങ് നടത്തും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.